SN വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ വഴിയാത്രക്കാരുടെ നേരെ തെരുവുനായയുടെ ആക്രമണം. രാവിലെ നടന്നു പോവുകയായിരുന്ന ആൾക്ക് നേരെയാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു. പയ്യനടം സ്വദേശിയായ നീലാംബരനാണ് പരിക്കേറ്റത്. ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൈയിന് പരിക്കേറ്റു. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലും തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണെന്നും നാട്ടുകാർ പറഞ്ഞു. ദേശീയ കലാസംസ്കൃതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിങ്കല്ലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളോട് ലഹരി വിരുദ്ധ സമീപനം സ്വീകരിക്കണമെന്നും അതിനായി പ്രവർത്തിക്കണമെന്നും മുൻ ഹൈസ്കൂൾ പ്രധാനാധ്യാപകനുമായ മധുസൂദനൻ പറഞ്ഞു. ഷെരീഫ് പാറൽ, നാരായണൻകുട്ടി ആനമങ്ങാട്, നാട്ടുകൽ പോലീസ് രാമദാസൻ, പി കൃഷ്ണപ്രസാദ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ബിജു പോൾ സ്വാഗതവും രമേശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മുണ്ടക്കുന്ന് ALP സ്കൂളിൽ 1ാം ക്ലാസ് പാഠഭാഗങ്ങളിൽ ഉപയോഗിക്കേണ്ട പഠനോപകരണങ്ങൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കി. അമ്മക്കൈകളാൽ പഠനോപകരണങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല PT പ്രസിഡന്റ് ഷമീർ തോണിക്കാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ P യൂസഫ് അധ്യക്ഷത വഹിച്ചു. പക്ഷികൾ, ജീവികൾ, ചലിക്കുന്ന പുഴു, പൂക്കൾ എന്നിവയാണ് ശില്പശാലയിൽ വെച്ച് തയ്യാറാക്കിയത്. സ്റ്റാഫ് സെക്രട്ടറി P ഹംസ, സീനിയർ അസിസ്റ്റന്റ് O ബിന്ദു, NK അബ്ദുൽ ഗഫൂർ, C സൗമ്യ എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളെ, കുട്ടികളെ, സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠന കാര്യങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ, വർക്കുകൾ, അതൊരു പ്രാക്ടീസ് നൽകുക, രക്ഷിതാക്കൾക്ക് പ്രാക്ടീസ് നൽകുക എന്നുള്ളതാണ് ഈ ഇതോട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് യൂസഫ് മാസ്റ്റർ വളരെ ഭംഗിയായി ഇവിടെ നിർവഹിക്കും. പിന്നെ നിങ്ങളുടെ കുട്ടികൾ കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.